പൊന്നുപോലെ കാത്തു സൂക്ഷിച്ച് നടന്ന വണ്ടി അവസ്ഥ വളരെ പരിതാപകരമാണ്. നമ്മൾ കാട്ടാക്കട കാളിദാസ് തിയേറ്ററിൽ നിന്ന് സിനിമ കണ്ട് ഇറങ്ങി വരുന്ന വഴി അവിടെ തിയേറ്റർ വിടുമ്പോൾ എന്തായാലും കുറച്ച് റഷ് ഉണ്ടാവും റോഡില്. നമ്മളെ വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ടിരുന്ന സമയത്ത് പുറകിൽ വന്ന ഒരു JCB ഓടിച്ച നിർഗുണന്മാരായ ചേട്ടന്മാര് കൊണ്ടുവന്ന് പണിത സീനാണിത്. നമ്മൾ വണ്ടി മൂവ് പോലും ചെയ്തിട്ടില്ല, വണ്ടി നമ്മൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഒരിടി ഇടിച്ചു, ആ ഇടിച്ച് എവിടുന്ന് വന്നെന്നൊരു ചിന്തിക്കാനൊരു സ്പേസ് പോലും തരാതെ രണ്ടാമത്തെ ഇടി വന്നിടിച്ച് നമ്മളെ വണ്ടി പൊങ്ങി വന്ന് താഴെ വീണു. അപ്പോൾ ബാക്കിൽ കുഞ്ഞ് കിടന്നുറങ്ങായിരുന്നു, കൊച്ചു മറിഞ്ഞ് താഴെ വീണു. നമുക്ക് ഏതാ ചെയ്യേണ്ടതെന്ന് അറിയാമത് കൊച്ചിനെ വരിയെടുത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നമുക്കറിയില്ല എവിടെ നിന്നാണ് ഈ പയ്യന്മാർ വന്നതെന്ന്. ഇവരെ അസഭ്യമാണ് നമ്മളെ പറഞ്ഞത്. പിന്നെ നമ്മൾ കൊച്ചു പയ്യന്മാരാണെന്ന് ഓർത്താണ് നമ്മളൊന്നും വേണ്ട എന്ന് വെച്ചിട്ട് നമ്മൾ നിന്നപ്പോൾ കുറച്ച് നല്ലവരായ അവിടെ നിന്ന ചേട്ടന്മാർ വന്ന് നമ്മളെ സേവ് ചെയ്ത് സംസാരിച്ചു. അതുകൊണ്ട് നമ്മൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വന്നു. വന്നവൻ പറഞ്ഞത് 2 ദിവസം സ്റ്റേഷനിൽ കിടക്കുമായിരിക്കും, കിടന്നോട്ടെ, അവന് കുഴപ്പമില്ലെന്ന്. സത്യം പറഞ്ഞ 18 വയസ്സുണ്ടോന്ന് പോലും എനിക്കറിയില്ല. അത്രയ്ക്ക് കൊച്ചു പിള്ളേര് അല്ല ഏട്ടാ, ചെറിയ പിള്ളേരാണ്. ഇവന്മാർക്കൊക്കെ ഈ വണ്ടി കൊടുത്തു വിടുന്ന JCB ഓണർമാരെ വേണം നല്ലത് പറയാൻ. ഈ ഓടിക്കാനൊക്കെ പഠിക്കണം. ഈ നടുറോട്ടിൽ ഇറങ്ങി ഇങ്ങനെ ഓടിക്കാൻ അനുവദിക്കരുത്. അവർ പറഞ്ഞ ന്യായം ബ്രേക്കില്ലായിരുന്നു. ബ്രേക്കില്ലാത്ത വണ്ടിയും കൊണ്ടാണോ നടുറോട്ട് ഇറങ്ങണത്? നമുക്ക് പോട്ടെ, നമുക്ക് വണ്ടി ഇപ്പോൾ റോഡിൽ ഇറങ്ങുന്ന സാധനമാണ് വണ്ടി, നമുക്കത് പ്രശ്നമില്ല. വണ്ടിയാകുമ്പോൾ അവിടെ തട്ടി ഇവിടെ മുട്ടും, ഓക്കെ. പക്ഷെ നമ്മുടെ കൊച്ചു മറിഞ്ഞടിച്ച് വീണ് ആ വീടുന്ന വീഴ്ചയിൽ അവന് തലക്കിടിക്കുക എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഈ യുവമാരെ ഒന്ന് സമാധാനം പറഞ്ഞാലും പൈസ വന്നിട്ട് കാര്യമുണ്ടോ? അങ്ങനെ നമ്മൾ ഒരുവിധം ഒത്തുതീർപ്പാക്കി നമ്മൾ സ്റ്റേഷനിൽ പോയി കംപ്ലൈൻ്റ് ഒക്കെ ചെയ്ത് അവർ നമുക്ക് ഇതിന് പേയ്മെൻറ്റ് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് നാളെ ഷോറൂമിൽ കൊണ്ടുപോയാലേ നമുക്ക് അറിയുള്ളൂ എത്ര ആകും എന്താണെന്നൊക്കെ ഉള്ളത്. ഇപ്പോഴാണ് നമ്മൾ ഈ ടാറ്റ വണ്ടിയെ കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ അൾട്രോസ്, അതെ. അപ്പോൾ ആ JCB കരയിക്കാം, ആ JCB മണ്ണ് മാന്തുന്ന സാധനം ഫ്രണ്ടിൽ ഇങ്ങനെ താത്തു വെച്ചിട്ടാണ് വണ്ടി പോകുന്നത്. അപ്പം ആ ഡ്രൈവറെ പറഞ്ഞ ഒരു കൊച്ചു പയ്യനാണ്. അവൻ പറഞ്ഞ വണ്ടിയിൽ ബ്രേക്കില്ല വന്ന് ഇടിച്ചതാണ്. ഇതിപ്പം വേറെ ഏത് വണ്ടി ആയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് സ്വപ്നം കാണാൻ പറ്റൂല. ഫസ്റ്റ് വന്ന് ആദ്യം ഇടിച്ചപ്പോൾ ഞാൻ ഇതുവരെ ബൈക്കൊന്നും ഇടിച്ചായിരിക്കുന്നു. രണ്ടാമത്തെ ഇടിയിൽ ബാക്ക് കൊണ്ടങ്ങ് പൊങ്ങിയപ്പോൾ ഞാൻ ദൈവമേ എന്തോന്നാണ് ഇറങ്ങി നോക്കുമ്പോൾ JCB. ഇതൊന്നും നോക്കില്ല, ഇറങ്ങി നിന്ന് ചീത്ത വിളിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് എല്ലാം പൊടി പയ്യന്മാർ, കൊച്ചു പയ്യന്മാർ. അതിൽ ഒരു എന്റെ അടുത്ത് കയറി റോങ്ങാ സംസാരിച്ചു. 18 വയസ്സുണ്ടോന്ന് പോലും അറിയില്ല സത്യം പറഞ്ഞാൽ. അവൻ പറഞ്ഞു നടുറോട്ട് വണ്ടി എടുത്ത് മാത്രം മറ്റവനെ മറിച്ചെന്നൊക്കെ പറഞ്ഞ ഡയലോഗ്. അപ്പൊ ഞാൻ അപ്പം ഇവളുണ്ടായിരുന്നു, മോനും ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് പിന്നെ ആൾക്കാർ മുമ്പ് വെച്ച് ഇവനെ ചീത്ത വിളിക്കാനുള്ള ഒരു ഇതില്ല. അപ്പം ഞാൻ ഇങ്ങനെ എനിക്ക് നേരെ കയറി വന്നപ്പം അവിടെ നിന്ന് ചേട്ടന്മാരെല്ലാം കൂടി കയറി വന്നപ്പോൾ നമ്മൾ കുട്ടാ നീ വണ്ടി മാറ്റാൻ ബാക്കി നമ്മൾ നോക്കുന്നത്. അങ്ങനെ ഞാൻ വണ്ടി നീക്കി ഇങ്ങനെ ഇട്ടു. ഞാൻ അവന്മാർ വന്ന് യുവമാരെ നല്ല രീതിയിൽ സംസാരിച്ച് ഓണറൊക്കെ വന്നു, JCB ഓണർ വന്നു. അവൻ പറഞ്ഞു നമുക്ക് വേണ്ട രീതിയിൽ എന്താണ് ചെയ്യാം. അപ്പോൾ അവൻ പറഞ്ഞു ഇതിന് പാച്ചറൊക്കെ അല്ലേ ഞാൻ ചെയ്തോളാം. മറ്റേ പയ്യൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല അങ്ങനെയല്ല, ഞാൻ സ്റ്റേഷനിൽ കമ്പനി എടുക്കും. അപ്പോൾ ആ കൊച്ചു പയ്യൻ പറഞ്ഞാൽ നിങ്ങൾ കമ്പനിയോട് 2 ദിവസത്തിലേക്ക് ജയിലിൽ കിടക്കുള്ളൂ, അത് ഞാൻ കിടന്നോളാം. പിന്നെ ആ പറഞ്ഞവനെ പിന്നെ ആ പരസ്യത്തെ കണ്ടില്ല. അവൻ JCB ഓണർ വെച്ച് ചോദിച്ചപ്പോൾ ഇവൻ ആരെന്ന് ഇപ്പോൾ അത് എനിക്ക് അറിഞ്ഞൂടാ എന്തൊക്കെയാണ് പറയുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ ബാക്കിൽ നിന്ന് പോയില്ല, കാരണം ഇവന് കൊടുക്കേണ്ടതൊക്കെ ചേട്ടന്മാരെ നല്ലമാരായ കുറേ ചേട്ടന്മാരുണ്ടായിരുന്നു അവിടെ. നമ്മളെ മാറുന്നല്ലൂർ ഭാഗത്തുള്ള നല്ല ചേട്ടന്മാർ, അവന്മാർ വന്നിട്ട് നല്ല രീതിയിൽ പയ്യന്മാരെ നല്ല വിരട്ടി ഒക്കെ വെച്ച്. അങ്ങനെ നമ്മൾ സ്റ്റേഷനിൽ പോയി കൊണ്ടുപോയി കംപ്ലൈൻ്റ് ഒക്കെ ചെയ്തിട്ട് അവർ വിളിപ്പിക്കാമെന്ന് പറഞ്ഞു. ഒരു കോംപ്രമൈസ് സ്റ്റോക്ക് ആയി നടത്തും. ഇതിൻ്റെ വണ്ടിയുടെ എസ്റ്റിമേറ്റ് എമൗണ്ട് JCB വന്ന് തരുമെന്ന് ചോദിക്കും. തരുമെന്ന് പറഞ്ഞ് എല്ലാം ഓക്കെ ആണെങ്കിൽ നമ്മൾ കേസിനൊന്നും പോകില്ല, ശരിയാക്കിയാൽ മാത്രം മതി. അല്ല അവൻ കണവണ പറയുകയാണെങ്കിൽ കേസിന് പോകും. പിന്നെ അവന് വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ല എന്നൊക്കെയാണ് നമ്മൾ വാഹന പരിപാലനം നോക്കിയപ്പോൾ കണ്ടത്. അവന് പണിയെടുക്കുകയാണെങ്കിൽ നല്ല 8-ന്റെ പണിയെടുക്കാം. ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളായിട്ട് കഞ്ഞൂടി മുട്ടിക്കട്ടെ, കാരണം പയ്യന്മാരാണ് അവന്മാര് ഒരു അന്നത്തിന് വേണ്ടിയിട്ടായിരിക്കും അവന്മാർ ചെയ്ത്. നമുക്ക് നമ്മുടെ വണ്ടിയുടെ പ്രശ്നങ്ങൾ മാറ്റിത്തരാം, അത്രേ ഉള്ളൂ. പക്ഷേ ഇപ്പൊ വേറൊരു കാര്യമുണ്ട്, ഒരു വണ്ടിയും ഫിറ്റ്നസ് ഇല്ലാതെയാണ് വണ്ടി കിടന്ന് ഓടുന്നത്. അത് ബ്രേക്ക് പോലും ഇല്ലെന്നാണ് ആ വണ്ടി ഓടിച്ചവൻ പറയുന്നത്. അതിനെതിരെ നമ്മൾ പ്രതികരിച്ചേ പറ്റും.